എൻ്റെ സഹോദരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവളെ എന്ത് വന്നാലും അണ്ണൻ അണ്ണൻ അണ്ണൻ. അവളെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. ആ മകൻ മെന്റൽ ആശുപത്രി അമ്മയ്ക്ക് കിറുക്കാണെന്ന് പറഞ്ഞ് കള്ള ഇത് നടത്തി പോലീസിനെ സ്വാധീനിച്ച് പിടിച്ചു കെട്ടി മെന്റൽ ആശുപത്രി കൊണ്ട് എന്തിനു കൊണ്ടുപോയി? ഈ 8 സഹോദരങ്ങളില് 2 പേര് മരിച്ച 6 പേരുണ്ട്. 6 പേരൊക്കെ യാതൊരു പ്രശ്നവുമില്ല. ആര് കൊന്നോ ആര് പോയോ ആര് ചെയ്തോ ഞാൻ അങ്ങനെയല്ല. അണ്ണാ ഇതെങ്ങോട്ട് പോവാ? ഞാന് നമ്മുടെ ചേട്ടൻ മനോഹരൻ ചേട്ടനെ നോക്കി പോവുക. പുള്ളിയുടെ സഹോദരി മരിച്ചിട്ട് മരിച്ചതല്ല, അത് കൊന്നതാ. അത് എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ പുള്ളി ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, പരാതിയായിട്ട് പോയി. ആരും അംഗീകരിക്കുന്നില്ല. അവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന 2 രാഷ്ട്രീയ പാർട്ടി മക്കളൊക്കെ ഉള്ളതല്ലേ? ഉണ്ട്. മക്കളാണ് ഇതിന്റെ പ്രധാന ആളുകൾ. മക്കളാണ് പ്രധാന ആളുകൾ. എന്നിട്ട് അവർക്ക് താല്പര്യമില്ല. അല്ല, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആളുകൾ എന്ന് പറയുന്നത് അവരാണ് എന്റെ ആളുകൾ. സ്വന്തം മക്കളോ? എന്നാണ് മനോഹരനെ ഞാൻ ചോദിച്ചപ്പോൾ മനോഹരൻ എന്നോട് പറഞ്ഞത്. മനോഹരനെ ഞാൻ അന്ന് ആ മരിച്ച സമയത്ത് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഞാനും മനോഹരനായിട്ടാണ് ആദ്യം പോകുന്നത്. എനിക്ക് ആ മനോഹരൻ്റെ ചേച്ചിയുമായിട്ട് എനിക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടുകാരുടെ വഴി ഒരു 4 ദിവസത്തിന് മുമ്പേ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ രാമായണം വായിക്കാൻ പോയ ആളാണ് അമ്മ. അവിടെയാണ് ഈ സംഭവിച്ചത്. അപ്പൊ അണ്ണൻ പറയുന്നത് പ്രഭാതിയുടെ 2 മക്കളാണ് ചെയ്തേക്കുന്നത്. മക്കളാണോ? മക്കളെന്ന് പറഞ്ഞാൽ മരുമകൻ നിവർത്തിയില്ലാതെ ആ മോൻ കൂടി കൂട്ടി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് സത്യം. അപ്പൊ ഇതിനകത്ത് ഇറങ്ങാൻ വേറെ ആരും ഇല്ല? ആരുമില്ല. പുള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ യഥാർത്ഥ സത്യം. അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടാലോ പുള്ളി എവിടെ ഉണ്ടെന്ന്? നമുക്ക് പുള്ളിയെ നോക്കാം. ഈ മനോഹരൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? പുള്ളിയെ നമുക്ക് നോക്കി പിടിക്കാം. എനിക്ക് എന്തായാലും പുള്ളിയെ ഞാൻ വിളിച്ചാൽ എത്തുന്ന ഇടത്തുണ്ടാവും. നമുക്ക് നോക്കി പുള്ളി 24 മണിക്കൂർ അങ്ങനെയാണ് നടക്കുന്നത്. പുള്ളിക്ക് ഇതിനെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ മതി. പുള്ളിക്ക് അതിനകത്ത് ഒരു സാമ്പത്തിക ബെനിഫിറ്റും ഇല്ല. പുള്ളിയുടെ സഹോദരി മരണപ്പെട്ടതിന്റെ ഒരു ഇത് മാത്രമേ പുള്ളിക്കുള്ളൂ. തെളിയിച്ച പുള്ളി അടങ്ങുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയിലാണ് പുള്ളി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള അത് നോക്കാം. പുള്ളി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വീടില്ല, കുടിയില്ല, എവിടെയെങ്കിലും ചെന്ന് ഒറ്റയ്ക്കിരുന്ന് ജോലിയുണ്ട്. ജോലിയാണെങ്കിലും പുള്ളി ഇങ്ങനെ ഇതിന് വേണ്ടി പിറകെ നടക്കുകയാണ്. ഇത് തന്നെ പുള്ളി. പുള്ളി പഴയ പരാതികൾ വച്ചു ഇങ്ങനെ പുള്ളിക്ക് ഉടനെ ആണോ നിങ്ങൾ എന്താണ് നോക്കണെന്നാ? ഇത് ആർക്ക് കൊടുത്ത പരാതി? ഇത് ഞാൻ ഇനി കൊടുക്കാൻ സ്ഥലമില്ല. ഇത് വനിതാ കമ്മീഷനിൽ കൊടുത്തതാണ്. വനിതാ കമ്മീഷനില് പിന്നെ കോടതിക്ക്, വനിതാ കമ്മീഷനിലും കോടതിയിലും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പ്രതിനിധികൾക്ക് ചാനലുകാർക്ക് പരാതി ചാനലുകാർക്ക് കൊടുത്തു. പിന്നെ പത്രത്തിന്റെ കോപ്പികൾ ഇരിപ്പുണ്ട്. കൊടുത്തതിനൊന്നും നടപടി വന്നിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതികളുടെ ഭാഗത്തു നിന്നും ഭീഷണിയുണ്ട്. സഹോദരൻ നേരെ സഹോദരൻ. നമ്മുടെ 8 പേരുണ്ട്. 6 പേര് ജീവിച്ചിരിപ്പുണ്ട്. 6 പേർക്കും ചുമതലയില്ല. ഞാൻ ഒറ്റയാൻ പോരാട്ടം എന്ന് പറയാൻ കാരണം എന്റെ സഹോദരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവളെ എന്ത് വന്നാലും അണ്ണൻ അണ്ണൻ അണ്ണൻ. റേഷൻ കടക്കാരൻ ചോദിച്ചാൽ പറയണം അത് അണ്ണൻ വിടൂല. അവളെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. വേറെ ആർക്കും താല്പര്യമില്ല. വേറെ ഒരു മനുഷ്യർക്കും താല്പര്യമില്ല. കാശിയിലാക്കാൻ നേരമില്ല. അവർക്ക് സമയമില്ല. എനിക്ക് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് സത്യം വെളിപ്പെടണം. ഇതിനെ മാത്രം തൂക്കിക്കൊല്ലുകയോ വെറുതെ വിടുകയോ എന്തോ ചെയ്തിട്ട് അതിലൊന്നും പ്രശ്നമല്ല. എനിക്കുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു കൊന്നു, എന്തിനു ചെയ്തു, ആര് ചെയ്തു, അത് വെളിപ്പെടണം. നിന്റെ കല്യാണം നടത്തിയത് കല്യാണം കൊച്ചുങ്ങളെ നൂലുകെട്ട് എല്ലാം എന്റെ കാശ്. അതിന്റെ വിഷം എന്റെ കൂടെ ഉണ്ട്. ഈ 8 സഹോദരങ്ങളില് 2 പേര് മരിച്ച 6 പേരുണ്ട്.
6 പേരൊക്കെ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. ആര് കൊന്നോ ആര് പോയോ ആര് ചെയ്തോ ഞാൻ അങ്ങനെയല്ല. നിനക്ക് സീതനം കൊടുത്തത്, നിന്നെ ആ കല്യാണം ചെയ്തയച്ചത്, ലാസ്റ്റിൽ ചോറ് തികയാതെ വന്ന് പിന്നെ അരി വെച്ചു. എന്നിട്ട് എനിക്ക് ഈ പാറശാല ആശുപത്രിയിൽ നിന്റെ ഈ മകന് പാറശാല ആശുപത്രിയിൽ കാലുമാറി പറന്ന് അവനെ മെഡിക്കൽ കോളേജിൽ വിട്ടു. ലൈറ്റിട്ട് കത്തിച്ചാണ് പോയത്. അവനാണ് നിന്നെ കൊന്നത്. ആരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്. ഈ കേസ് തെളിഞ്ഞ് വരുന്നത് വരെ ഭിക്ഷ എടുത്താലും ശരി ഞാൻ ഈ കേസ് തെളിയിക്കും. അതിന് ശേഷമേ ഞാൻ മരിക്കുള്ളൂ. എന്ത് സംഭവം എന്തുകൊണ്ട് എന്താ പറ്റിയത്? ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിച്ചു. പ്രഭാവതിയുടെ ഭർത്താവ് എൻ്റെ അളിയൻ മരിച്ചു. മരിച്ചതിന് ശേഷം ഇവക്ക് ഗത്യന്തരമില്ലാതെ ഇവള് വീട്ടു ജോലിക്ക് പോകേണ്ടി വന്നു. വീട്ടു ജോലിക്ക് പോയി ഒരു വീട്ടമ്മയെ നോക്കി, ഒരു അമ്മച്ചിയെ നോക്കി, ഗുളിയും മരുന്നും എടുത്ത് കൊടുക്കാൻ വേണ്ടി ആ വീട്ടിലെ ജോലിക്ക് നിന്ന് ആ കിട്ടുന്ന ശമ്പളം സ്വരൂപിച്ച് 7 ലക്ഷം രൂപ ആയപ്പോൾ മോള് പോയി അണഞ്ഞു നിന്നിട്ട് അമ്മയുടെ സ്നേഹം സൗഹൃദം കാണിച്ച് അമ്മയെ വശത്താക്കി ഈ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഇവള് ശ്രമിച്ച് ആ പൈസ തട്ടിയെടുത്തു. സ്വന്തം മകള്. അമ്മയ്ക്ക് 2 മക്കള്. ഒരു മകന് സർക്കാർ ജോലിയുണ്ട്. ആ മകൻ മെന്റൽ ആശുപത്രി അമ്മയ്ക്ക് കിറുക്കാണെന്ന് പറഞ്ഞ് കള്ള ഇത് നടത്തി പോലീസിനെ സ്വാധീനിച്ച് പിടിച്ചു കെട്ടി മെന്റൽ ആശുപത്രി കൊണ്ട് എന്തിനു കൊണ്ടുപോയി? അവർക്കൊന്നും രസമില്ലാത്ത കള, യാതൊരു രസവുമില്ല. അന്ന് തിട്ടച്ചൽ ക്ഷേത്രത്തിൽ നിന്ന് രാമായണം വായിച്ചിട്ട് 12/8/24 ഫോട്ടോ ഉണ്ട്. 24 തിട്ടച്ചൽ ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോകുന്നത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലാണ് ഇവള് ചെല്ലുന്നത്. എന്നോട് വിളിച്ച് ചോദിച്ചു, അണ്ണാ ഞാൻ പറയും സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പോയിട്ട് തിരിച്ച് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ പത്രവാർത്ത കൊടുത്തു. അപ്പോൾ അറിയുന്നു മെന്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് എന്ന്. ഞാൻ ചോദിച്ചു എന്ത് അസുഖത്തിന് മെന്റൽ ആശുപത്രിയിൽ കൊണ്ടുപോയി? ഇത് കൊണ്ടുപോയത് അമ്മയെ കൊണ്ടുപോയത് 2 മക്കള്. രാമായണം വായിച്ചിട്ട് വീട്ടിൽ വന്ന സ്ത്രീയെ പിറ്റന്ന് ഉരുട്ട് വണ്ടിയിലിരുത്തി മെന്റൽ ആശുപത്രിയിൽ ഉരുട്ട് വണ്ടിയിലിരുത്തി 2 മക്കളും കൂടി ഉരുട്ടിക്കൊണ്ടുപോകണം ഡോക്ടറെ ചികിത്സയ്ക്ക്. എന്താണ് കാര്യം? എന്നിട്ട് ഈ 8 ലക്ഷത്തോളം രൂപ അമ്മയുടെ കയ്യിലുണ്ട്. അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ വീട് വയ്ക്കാൻ വേണ്ടി അപ്പോഴപ്പോഴായിട്ട് അപഹരിച്ചെടുത്തു. അതിന്റെ കണക്ക് വിവരം എന്റെ കയ്യിൽ ആ രേഖ ഉണ്ട്. ആരാ അപഹരിച്ചെടുത്ത്? അപഹരിച്ചെടുത്തത് മകളും മരുമോനും. എന്നിട്ട് അമ്മ തിരിച്ചു ചോദിച്ചോ? അമ്മ തിരിച്ചു ചോദിച്ചപ്പോഴാണ് പ്രശ്നമായതും മെന്റൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നതും. എന്നിട്ട് അമ്മയെ കൊല്ലാൻ നിങ്ങൾ വിചാരിക്കുന്നത് കൊല്ലാനുള്ള സാഹചര്യം എന്താ? കൊല്ലാനെന്ന് പറഞ്ഞാല് ഈ പണം തിരിച്ചു കൊടുക്കണ്ട, തട്ടിക്കളഞ്ഞാല് ഈ പ്രശ്നം അങ്ങ് തീർന്നു. കൊന്നു കളഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. അണ്ണാ ഞാൻ ചോദിക്കുന്നേ, ഇത് സഹോദരന്റെ ഒരു ജൽപ്പനങ്ങൾ മാത്രമാണ് സത്യമാണോ? അയ്യോ, ഇതിനെല്ലാത്തിനും ഞാനും മരണത്തിന് ആ വീട്ടിൽ കയറി പോകാൻ വേണ്ടി ഞാനും കൂടി ആണ് കയറിപ്പോയത്. മനസ്സിലായില്ലേ? ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പുള്ളിക്കാരനെ ഒറ്റയ്ക്ക് അവിടെ പോകാൻ പറ്റാത്ത രീതിയിൽ നിന്നപ്പോൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ചെന്ന് വലയിടുന്നപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത ആ ഒരു ടെൻഡൻസി ഒന്നും അതിനകത്തില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഞാൻ ഈ കൊന്നത് എന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി ഉറപ്പിച്ച് പറയാണ്. പുള്ളിയോ പിന്നെ ഞാനോ കണ്ടില്ല. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാഴ്ചയിൽ നിങ്ങൾ വെളിയിൽ നോക്കുമ്പോൾ കാഴ്ച കുറവാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകവും തമ്മിൽ രണ്ടും 2 രീതിയാണ്. ആ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കൊലപാതകമാണ്. എന്തിനു വേണ്ടി ആയിരിക്കാം ഇനി പുള്ളി പറയുന്ന പോലെ? അത് സാമ്പത്തിക ഇടപാട് ആണ് പ്രധാന വിഷയം എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തിക ഇടപാടാണ്. ഈ പൈസ വേണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പോലീസ് പരാതി കൊടുത്തായിരുന്നോ? പൈസ ഇങ്ങനെ ഇത്രയും വായിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിലിറക്കി, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വനിതാ കമ്മീഷനിലും നെയ്യാറ്റിൻകര DSPക്കും 22/6/24 പരാതി കൊടുക്കുന്നു. GD എൻട്രി ചെയ്തിട്ടുണ്ട്. അതില് യാതൊരു നടപടിയില്ല. ഭയങ്കര പ്രകോപനം കൊണ്ട് ഇവരെന്ത് ചെയ്തു? അത് മുതല് ഇവളെ എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഇതിന്റെ ബാക്കിൽ നടന്ന് ഈ മെന്റൽ ആശുപത്രിന് വന്നതിന്റെ പിറ്റേ ദിവസം റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കുന്നു. അമ്മയും മോളും കൂടി പോയി അരി വാങ്ങിക്കുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഒരു 10 ദിവസം ആയില്ല. അതിന് ആ 10 ദിവസത്തിന് അടുപ്പിച്ച് വെച്ച് അപ്പോൾ അണ്ണനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോണ് ചോദിച്ചപ്പോൾ ഇവൾ ഫോണ് ചോദിച്ചപ്പോൾ വഴക്കായി മൂക്കടയ്ക്ക് അടിച്ചു, ഉരുണ്ട് വീഴുന്നു, പച്ചയ്ക്ക് കൊണ്ട് കത്തിച്ചു.
അതാണ് നടന്ന സംഭവം. ആരൊക്കെ? ആര്? മരുമോനും മോളും. സ്വന്തം മോള്? സ്വന്തം. അയൽപക്കക്കാർ 4 പേരുണ്ട്. അയൽപക്കക്കാർ 4 പേരുണ്ട്. 4 പേരെ പേരെല്ലാം കേസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ മാനസികമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ത്രീ? യാതൊരു പ്രശ്നവുമില്ല. അവർ ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, മക്കൾക്കും പരാതിയില്ല, നാട്ടുകാർക്കും പരാതിയില്ല, നിങ്ങളുടെ സഹോദരങ്ങൾക്കും പരാതിയില്ല, അണ്ണന് മാത്രം പരാതി വരാനുള്ള ഞാൻ പറഞ്ഞ എന്റെ രക്തബന്ധം, എന്റെ അച്ഛന്റെ അമ്മേരെയും അഡ്രസ് തെളിയിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇതിന്റെ ബേക്കിൽ ഇറങ്ങി നടക്കുന്നത്. കാരണം ഇത് എങ്ങനെ ആയാലും ശരി, പിച്ച തണ്ടിയായാലും ഈ കേസ് തെളിയിക്കുന്നവരെ ഞാൻ ഇതിന്റെ ബേക്കിലാണ്. ജോലി പോയാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിന്റെ ബേക്കിലാണ്. ഇത് ആത്മഹത്യയാണെങ്കിലോ? ഇത് അങ്ങനെ അവള് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാരണവശാലും എന്നെ ആരെങ്കിലും കൊല്ലുകയല്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ സ്വന്തമായിട്ട് മരിക്കുകയില്ല, എന്നെ കൊല്ലും, എന്നെ അവള് കൊല്ലും. മോളും മരുമോനും കൊല്ലും. അത് ഈ പരാതി വായിച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് DSPക്കും വനിതാ കമ്മീഷനും പരാതി കൊടുത്തിട്ട് അത് ഞാൻ പറയാം, അതാണ് അതിന്റെ രസം. കൊലപാതകം എന്ന് പറഞ്ഞാൽ തന്നെത്താനെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ മലന്നോ കമന്നോ വീഴും. ഇത് 2 കാലും ഇങ്ങനെ വെച്ച് തുണിയില്ലാതെ, തലമുടി എല്ലാം എരിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഈ ഓരോ കാലും കൈയും എല്ലാം ഈ വണ്ണത്തിൽ, കാരണം പച്ചയ്ക്ക് കത്തിച്ചതാണ്. അതുകൊണ്ട് ഇത് ക്രൈം ബ്രാഞ്ച് അല്ലെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷിച്ച തത്ത പറയും പോലെ പറയും. അത് അന്വേഷിക്കാത്തോണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത്. ആരുമില്ല, കാശുണ്ടോ കേസ് ജയിക്കും. ഞാനിപ്പോൾ അങ്ങനെ അല്ല. നിയമത്തിൻ്റെ മുമ്പായാലും ചാനലുകാരുടെ ആയിരുന്നാലും ഏതിലായിരുന്നാലും ഞാൻ പോരാട്ടത്തിൽ കൂടി ഇത് സത്യം പുറത്തു വരാൻ വേണ്ടി ഇനി മരിക്കുന്നവരെ, അല്ലെങ്കിൽ ഞാനും മരിച്ചു പോട്ട്, മരിക്കുന്നവരെ എൻ്റെ ബാക്കിൽ പോവും.